കുണിയൻ ഉപ്പുവെള്ള പ്രതിരോധ ബണ്ട് നിർമ്മാണത്തിന് തുടക്കമായി. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ള സ്രോതസ്സുകൾക്കും പുത്തൻ പ്രതീക്ഷയേകി കുണിയൻ ഉപ്പുവെള്ള പ്രതിരോധ ബണ്ടിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. MLA TA മധുസൂദനൻ നിർമ്മാണ പ്രവർത്തികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ച 75 ലക്ഷം രൂപയുടെ പദ്ധതി മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിന്റെ നെല്ലറയെന്നറിയപ്പെടുന്ന കുണിയൻ മേഖലയിലെ തെക്കനങ്കൂർ, കുട്ടനൻ വഴി പാടശേഖരങ്ങളിലായി 50-ലധികം ഹെക്ടർ സ്ഥലത്ത് മുൻപ് സജീവമായി നെൽകൃഷി ഉണ്ടായിരുന്നു. എന്നാൽ ഉപ്പുവെള്ളം കയറുന്നതുമൂലം കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണിപ്പോൾ. ചേരിയിലെ തെക്കനങ്കൂർ പാടശേഖരത്തിൽ 956 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലുമാണ് പുതിയ തടയണ നിർമ്മിക്കുന്നത്. പാടശേഖരങ്ങളിലെ ഉപ്പുവെള്ള ഭീഷണി ഒഴിവാക്കുന്നതിനൊപ്പം പ്രദേശത്തെ കിണറുകളിലെ കുടിവെള്ളം ഉപ്പുമയമാകുന്നത് തടയാനും ഈ ബണ്ട് സഹായകരമാകും. വാർഡ് മെമ്പർ ഇ പ്രഭാവതി സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ RK സുധാമണി, AV ലേജു, KV പ്രീത, VV പ്രദീപൻ, സജിനി K വരുൺ ചന്ദ്രൻ, A വേണുഗോപാലൻ, AK ഗിരീഷ് കുമാർ, വിനോദ് മാസ്റ്റർ, ശശി മാസ്റ്റർ തുടങ്ങിയ നിരവധി പ്രമുഖരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. പയ്യന്നൂർ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് P ചടങ്ങിൽ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.